രജിൻ, 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി, 1950 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിച്ചതാണ് ആദ്യത്തെ രണ്ട് ചരണങ്ങൾ. അതായത് ദേശീയഗാനം, ദേശീയഗീതം. സ്വാതന്ത്ര്യസമരകാലത്ത് ഇവയുടെ പ്രാധാന്യം, പിന്നീട് ഭരണഘടന രൂപീകരിക്കുന്നു, അതിനുശേഷം രാജ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ദേശീയഗാനവും ദേശീയഗീതമെന്നും നമുക്കറിയാവുന്നതുമാണ്. അന്നു മുതൽ പരക്കെ അംഗീകരിച്ചതാണ് വന്ദേമാതരത്തിൻ്റെ ആദ്യ രണ്ട് ചരണങ്ങൾ മതി, പിന്നീടുള്ള ചരണങ്ങൾ മതനിരപേക്ഷ സമൂഹത്തിന് യോജിക്കുന്നതല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഗാന്ധിയും നെഹ്റുവും ടാഗോറും അടക്കമുള്ളവർ അതിനെതിരായ നിലപാടെടുക്കുകയും വന്ദേമാതരത്തിൻ്റെ ആദ്യ ചരണങ്ങൾ മാത്രം ഇക്കാലം അത്രയും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഇന്ന് AICC ആസ്ഥാനത്ത് കണ്ടത്, കേട്ടത് ഞെട്ടിച്ചു കളഞ്ഞു മതനിരപേക്ഷ വിശ്വാസികളെ. രജിൻ, 1937 മുതൽ, അതായത് വന്ദേമാതരം ദേശീയ ഗീതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാടുകളുണ്ട്. അത് ഗാന്ധിയും നെഹ്റുവും പട്ടേലും ആസാദും ടാഗോറും എല്ലാവരും കൂടിയിരുന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസ് പാടാമെന്നും മറ്റുള്ളത് ഒരു മതത്തെ പ്രകീർത്തിക്കുന്നതായതുകൊണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും മതസൗഹാർദ്ദത്തെയും നിലനിർത്തത്തില്ല എന്നുള്ളത് കൊണ്ട് അത് ദൈവവിശ്വാസികളായ ആളുകൾ, ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകൾ, അങ്ങനെ പല മതത്തിലുള്ളവർക്കും അത് ബുദ്ധിമുട്ടാണ്. ഒരാളെ അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല രാഷ്ട്രത്തിന്റെ ഗീതം പാടേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ രണ്ട് സ്റ്റാൻസ് പാടണം എന്നുള്ള കോൺഗ്രസിന്റെ നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് ഇന്നും കോൺഗ്രസ് നിൽക്കുന്നത് എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യം. പിന്നെ ഇന്ന് AICC ആസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പ്രിയങ്കരായ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആ സദസ്സുമായി ബന്ധപ്പെട്ട ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തത് കേരളവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ഗവൺമെന്റ് എന്തോ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഇപ്പോൾ സഹബാലൻസ്ഡായിട്ട് വന്നിരിക്കുന്നവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഘോരഘോരമായി മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കേരള സർക്കാരിന്റെ നിലപാട് ഇന്ന് മനസ്സിലായിരിക്കുകയാണ്. കാരണം കേരളത്തിലെ സർക്കാർ അതേ വന്ദേമാതരം പാടുക പോലും ചെയ്യാതെ നമ്മുടെ ആഗസ്റ്റ് 15-ാം തീയതി ആഘോഷം നടപ്പിലാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ മതനിരപേക്ഷത നിലനിൽക്കുന്ന കേരളത്തിലെ സർക്കാർ, ആ സർക്കാർ എടുത്ത നിലപാട്, ആ നിലപാട് ഇന്ന് ആഗസ്റ്റ് 15-ാം തീയതി ആകുമ്പോൾ ഞങ്ങൾ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുണ്ട്, ആഗസ്റ്റ് 15-ാം തീയതി ആകുമ്പോൾ കേരളത്തിലെ സർക്കാരിന്റെ നിലപാടുകൾ വെളിയിൽ വരും എന്നുള്ളത്. അത് ഇന്ന് വെളിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സുപ്രധാന ദിവസം കൂടിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നേരെ, ഈ സർക്കാരിന് നേരെ ആക്ഷേപിച്ച ആരോപണങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട്, പല രീതിയിലുള്ള ആരോപണങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് ഇന്ന് ഈ പറയുന്ന വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ സത്യത്തിൽ സംഭവിച്ചത്. രണ്ട് കാര്യങ്ങൾ. അല്ല, ഒന്നാമത്തെ പ്രശ്നം, ഇത് രജിൻ എന്തായാലും അതൃപ്തി രേഖപ്പെടുത്തത് ശരിയായില്ല എന്ന് രജിൻ പറഞ്ഞു, നല്ല കാര്യം. പക്ഷേ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് പറഞ്ഞത് എന്താണെന്ന് രജിൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വന്ദേമാതരം പൂർണ്ണമായി പാടുന്നതിൽ തെറ്റില്ല. സോണിയാഗാന്ധി പറഞ്ഞത് കസേര എടുത്തുകൊണ്ട് വരുന്ന കാര്യമാണ്. സോണിയാഗാന്ധി അവിടെ പറഞ്ഞത് അത് പാടണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു, രജനും ബോധ്യപ്പെട്ടു. പക്ഷേ ജയറാം രമേശ് പറഞ്ഞു, കെ മുരളീധരൻ മന്ത്രി, സംസ്ഥാനത്തെ മന്ത്രി പറഞ്ഞു അതിലെന്താണ് തെറ്റെന്ന് ചോദിച്ചു. അവിടെ എന്താണ് രജിന് മറുപടി? അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഇത് പാടിയുള്ള വിഷയങ്ങളിലേക്ക് വരാനും മറുപടി പറയാൻ ഇവിടെ മറ്റ് അതിഥികളുണ്ട്, KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ളവരുണ്ട്. എന്താണ് ജയറാം രമേശിനും മുരളീധരനും ഇത് തോന്നാതിരുന്നത് രജിൻ?